ഈ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം, നമ്മൾ ആദ്യം ചെയ്തിരുന്ന ബോട്ടിൽ ആർട്ട് വീഡിയോയുടെ ഡിസൈൻ ആവശ്യപ്പെട്ട് ഒരുപാട് പേർ കോൺടാക്റ്റ് ചെയ്തിരുന്നു. പലരും ആ ഡിസൈൻ വളരെ ഭംഗിയായി ക്യാൻവാസിലേക്കും ബോട്ടിലേക്കും ചെയ്തതിൻ്റെ ഫോട്ടോസ് അയച്ചു തരികയും ചെയ്തു. വളരെ സന്തോഷം തോന്നി അത് കണ്ടപ്പോൾ. റെഗുലർ പ്രാക്ടീസിലൂടെ നിങ്ങൾക്ക് ഇതൊന്നുകൂടെ പെർഫെക്റ്റായിട്ട് ചെയ്യാനാവും. സോ കീപ് പ്രാക്ടീസിങ്. കഴിഞ്ഞ 2 വീഡിയോസിൽ നമ്മൾ പരിചയപ്പെട്ട കാലും പൂവും ഭിത്തിപ്പൂവും എന്നീ 2 ഡിസൈനുകൾ എങ്ങനെ ഗ്ലാസ് ബോട്ടിലേക്ക് വരയ്ക്കാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഞാനിവിടെ ഒരു വൈറ്റ് അടിച്ചു വച്ചിരിക്കുന്ന ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. വൈറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഫസ്റ്റ് ബോട്ടിൽ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അറിയാത്തവർ അതൊന്ന് കാണുക. റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ബോട്ടിലാണെങ്കിൽ വരയ്ക്കാൻ എളുപ്പമുണ്ടാകും. ഇനി നിങ്ങൾ എടുക്കുന്ന റൗണ്ട് ഷേപ്പിൽ ബോട്ടിലാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ചെയ്തതുപോലെ പേപ്പറിൽ വരച്ച് ട്രേസ് എടുക്കാവുന്നതാണ്. 2 സൈഡിലും ബോർഡറായി കാലും പൂവും ഡിസൈൻ വരച്ചിട്ടുണ്ട്. ഞാനിവിടെ മെഷർമെൻറ്റ് എടുത്തിട്ടാണ് കാലും പൂവും വരച്ചിരിക്കുന്നത്. കാലും പൂവും വരയ്ക്കുന്നതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി ഈ കാണുന്ന 2 ബോർഡറിൻ്റെയും ഇടയിലുള്ള ഈ സ്പേസിലാണ് നമ്മൾ ഭിത്തിപ്പൂ വരയ്ക്കുന്നത്. ഈ ഭാഗത്തിൻ്റെ സെൻറ്ററിലായി സ്കെയിൽ വെച്ചിട്ട് വെർട്ടിക്കലി നമ്മുടെ ഭിത്തിപ്പൂവിൻ്റെ ഉയരം 6.5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു. അതിൻ്റെ സെൻറ്റർ 3.3 സെൻറ്റിമീറ്ററിൽ ഒരു മാർക്ക് ചെയ്യണം. ഇനി ഹൊറിസോണ്ടലി 5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യണം. അതിനായി 2.5 സെൻറ്റിമീറ്ററിൽ സെൻറ്ററിൽ വെച്ചിട്ട് 5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു. ഇനി സൈഡ് എല്ലാം ജോയിൻ ചെയ്യണം നമ്മുടെ ഡയമണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടി. ഇനി ഈ ലൈൻസിൻ്റെ എല്ലാം സെൻറ്റർ പോയിൻ്റ് എടുക്കണം. ഈ ലൈനിന് 4 സെൻറ്റിമീറ്റർ ആണ് ഉള്ളത്. അതിൻ്റെ സെൻറ്ററായി 2 സെൻറ്റിമീറ്ററിൽ മാർക്ക് ചെയ്യാം. ഇനി ഈ പോയിന്റിൽ 2 വശത്തേക്കും 0.5 മാർക്ക് ചെയ്യണം. ഈ പോയിന്റിന് ചെറിയൊരു ലൈൻസ് ഇട്ട് താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. ആ ലൈൻസിൻ്റെ എൻഡിൽ ഓരോ ഡോട്ട് വരയ്ക്കുകയും വേണം. അതിനുശേഷം ഈ വശം ഒന്ന് ചെറുതായി കർവ് ചെയ്ത് കൊടുക്കുക. ബാക്കി എല്ലാ സൈഡും ഇതുപോലെ മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് സെൻറ്ററിലുള്ള ഓവൽ ഷേപ്പ് വരയ്ക്കാം. അതിന് 2 സെൻറ്റിമീറ്ററാണ് അതിൻ്റെ വെർട്ടിക്കലി ഉള്ള ലെങ്ത് ഞാൻ എടുക്കുന്നത്. അപ്പോൾ 1ൽ വരച്ച് 2 സൈഡിലേക്ക് മാർക്ക് ചെയ്യാം. 2 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഹൊറിസോണ്ടലി വേണ്ടത് 1.3 സെൻറ്റിമീറ്ററാണ്. അതിനുവേണ്ടി 0.5 എഴുതിയിരിക്കുന്ന ഇവിടെ 0.5 കഴിഞ്ഞ് 0.6ൻ്റെയും 0.7ൻ്റെയും സെൻറ്ററിലായിട്ട് ഈ നമ്മുടെ ഇവിടെ സെൻറ്റർ പോയിൻ്റ് കൊണ്ടുവയ്ക്കുക. എന്നിട്ട് 2 എൻഡ് മാർക്ക് ചെയ്യുക. അതായത് ഈ സ്റ്റാർട്ടിങ് പോയിൻറ്റും പിന്നെയുള്ള 1.3 എന്നുള്ള 1 കഴിഞ്ഞ് 1.1, 1.2, 1.3 അവിടെയും മാർക്ക് ചെയ്യാം. എന്നിട്ട് ഈ പോയിൻറ്റ്സ് ജോയിൻ ചെയ്ത് നമുക്കൊരു ഓവൽ ഷേപ്പ് വരയ്ക്കാം. ഇനി നമുക്ക് ഈ ഇവിടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ട് മാത്രം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഇവിടെ ഡോട്ട്. ഇനി നമുക്ക് റെഡിൻ്റെ ഔട്ട്ലൈൻ സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ സ്കാർലറ്റ് ലേക്കിൻ്റെയും ബേൺ സിയന്നയുടെയും
ഈക്വൽ ക്വാണ്ടിറ്റിയുള്ള മിക്സാണ് എടുത്തിരുന്നത്. 50-50 എന്ന് പറഞ്ഞിട്ട് മിക്സ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് 000 ബ്രഷ് യൂസ് ചെയ്ത് വളരെ പതുക്കെ ഔട്ട്ലൈൻസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കേവ്സൊക്കെ വളരെ പതുക്കെ ചെയ്താൽ മതി. നമ്മൾ വരച്ചതിലുള്ള എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് ഈ ഔട്ട്ലൈനിൽ നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ചെറുതായിട്ട് എവിടെയെങ്കിലും ഒരു തെറ്റി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലെല്ലാം അത് നമുക്കിതിൽ ക്ലിയർ ചെയ്യാം. ഇനി സെൻറ്ററിലുള്ള ഓവൽ ഷേപ്പിന് കൊടുക്കാം. അതിനുശേഷം ഇനി ഈ പുറമേയുള്ള സർക്കിൾസിന് റെഡ് ഔട്ട്ലൈൻ നമ്മളത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞാനത് പെൻസിൽ ലൈൻസൊക്കെ ഒന്ന് റബ്ബർ വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുത്തു. ഞാൻ ചെയ്തത് നല്ല ഡാർക്ക് പെൻസിലായതുകൊണ്ടാണ് ഇതങ്ങനെ നല്ലതുപോലെ മാഞ്ഞ് കിട്ടാത്തത്. നിങ്ങൾ വരയ്ക്കുമ്പോൾ എപ്പോഴും ലൈറ്റായിട്ടുള്ള പെൻസിൽ വെച്ചിട്ട് മാത്രം വരച്ചാൽ മതി. നമുക്കിനി യെല്ലോ വാഷ് ചെയ്യാം. യെല്ലോ വാഷ് ചെയ്യുമ്പോൾ ഈ വരുന്ന ഈ ഡിസൈൻ ഇതിനെനിക്ക് കംപ്ലീറ്റ് ആയിട്ട് യെല്ലോ ആണ് വേണ്ടത്. അപ്പോൾ ലൈറ്റായിട്ടുള്ള യെല്ലോ ഓക്കർ കുറച്ച് വെള്ളം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഉള്ള ഫസ്റ്റ് വാഷാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ ഫസ്റ്റ് വാഷ് കഴിഞ്ഞിട്ട് ആണ് പിന്നെ അടുത്ത ലെയറായിട്ട് വേണം ഇനി അടുത്ത വാഷ് നമ്മൾ ചെയ്യാൻ. അപ്പോൾ ആദ്യം ഉള്ളത് വളരെ ലൈറ്റായിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഭിത്തിപ്പൂവിൻ്റെ ഭാഗത്ത് വരുമ്പോൾ ഇതിൽ നമ്മൾ ആദ്യമേ ചെയ്തപ്പം പഠിച്ചതായിരുന്നു. ഇതിൻ്റെ സെൻറ്ററിൽ മാത്രമാണ് നമുക്ക് യെല്ലോ വേണ്ടത്. അവിടെ ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഈ ബാക്ക്ഗ്രൗണ്ട് വരുന്ന ഭാഗത്തെല്ലാം നമ്മൾ യെല്ലോ കൊണ്ട് ഉള്ള വാഷ് കൊടുക്കുന്നു. ഈ ഡോട്ട് ചെറിയ സർക്കിളിന് ഉള്ളിൽ വൈറ്റാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് അതൊന്നും ചെയ്യരുത്. ഇത് നല്ലതുപോലെ ഫസ്റ്റ് വാഷ് നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് യെല്ലോയുടെ സെക്കൻഡ് വാഷ് കൊടുക്കാം. യെല്ലോയുടെ സെക്കൻഡ് വാഷ് നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് റെഡിൻ്റെ ഷെയ്ഡിങ് ആണ് കൊടുക്കാനുള്ളത്. അപ്പോൾ അതിന് ആദ്യം ഒന്ന് തിക്ക് ആയിട്ടുള്ള ഈ ഭാഗങ്ങളൊന്ന് ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുക. അതിനുശേഷം വെള്ളം മാത്രം ടിപ്പിലാക്കിയിട്ട് അതിൻ്റെ അടുത്തൂടെ ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒരു ഔട്ട്ലൈൻ ആദ്യം കൊടുത്തതിന് ശേഷം ഇനി വെള്ളം മാത്രം ടിപ്പിൽ മാത്രമേ വെള്ളം എടുക്കാവൂ, കൂടുതൽ വെള്ളം ആവരുത്. ഇതുപോലെ വാഷ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ബാക്കി എല്ലാ ഡിസൈനും ഈ ഡിസൈനെല്ലാം ഇതുപോലെ ചെയ്യണം. ഇനി നമ്മുടെ ഭിത്തിപ്പൂവിലേക്ക്
ബിത്തിപ്പൂവിൻ്റെ സെൻറ്ററിൽ മാത്രമേ ഉള്ളൂ നമുക്ക് പെയിൻറ്റിൻ്റെ ആവശ്യം. ഇനി വരുന്നത് ഈ ബാക്ക്ഗ്രൗണ്ടാണ്. ആ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് റെഡ് കൊണ്ടുള്ള വാഷ് കൊടുക്കണം. ഇത്രയും ഭാഗങ്ങളിൽ റെഡിനെ കൊണ്ടുള്ള ലൈറ്റ് റെഡ് കൊണ്ടുള്ള വാഷ് വേണം. കൂടുതൽ വെള്ളമാവാതെ നോക്കണം, അത് റെഡായി പോവും. ടച്ച് ചെയ്ത ഭാഗത്ത് പിന്നെയും പെയിൻറ്റ് ടച്ച് ചെയ്യരുത്, അതെപ്പോഴും ശ്രദ്ധിക്കണം. വളരെ കുറച്ച് മാത്രം പെയിൻ്റ് എടുത്തിട്ട് ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് ഫില്ല് ചെയ്തെടുക്കണം. ഞാനിവിടെ രേഖിക മെത്തേഡിലാണ് ഈ സ്റ്റിപ്ലിംഗ് ചെയ്യുന്നത്. അപ്പോൾ അറിയാത്തവർ ആ വീഡിയോ എന്തായാലും കാണണം. ഇതേ രീതിയിൽ ബാക്കിയുള്ള എല്ലാ ഭാഗത്തും ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഫിനിഷ് ചെയ്യുക. ഇത്രയും ബാക്ക്ഗ്രൗണ്ട് ഫിനിഷിങ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്കിതിൽ ബ്ലാക്കിൻ്റെ ഔട്ട്ലൈൻ ഇടാനുള്ള ഇത് മാത്രമേ ഉള്ളത്. അപ്പോൾ ആദ്യം വേണ്ടത് ഇനി ഈ ബാക്ക്ഗ്രൗണ്ട് മൊത്തത്തിൽ ഫിനിഷ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അക്രിലിക് ബ്ലാക്കാണ് ഞാൻ ഔട്ട്ലൈൻ ഇടാൻ യൂസ് ചെയ്യുന്നത്. വളരെ തിന്നായിട്ടുള്ള ലൈൻസായിട്ട് വരച്ചു കൊടുക്കുക. ഔട്ട്ലൈൻ ഇട്ടുന്ന ബ്രഷിൻ്റെ ടിപ്പ് കൊണ്ട് മാത്രം വേണം വരയ്ക്കാൻ, എന്നാലേ ഉള്ളൂ ഇത് തിൻ ലൈൻസായിട്ട് കിട്ടുക. ഭിത്തിപ്പൂ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ഡിസൈൻസും കംപ്ലീറ്റ് ചെയ്യാം. നമ്മുടെ ബോട്ടിൽ ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വളരെ മിനിമലായിട്ടുള്ള ഒരു ഡിസൈൻ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണിത്. ഇതിലിപ്പോൾ നമ്മുടെ ഭിത്തിപ്പൂവിന് ശേഷം ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ, ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഫിനിഷിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ആ രീതിയിൽ ഫിനിഷിങ് ചെയ്തെടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ഡിസൈൻസിൽ മാറ്റം വരുത്തിയോ ക്യാൻവാസിലോ ബോട്ടിലോ ഏത് മീഡിയത്തിലാണെങ്കിലും നിങ്ങൾക്കിത് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കാൻ മറക്കരുത്. ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഫോട്ടോസ് എനിക്ക് അയച്ചു തരാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.